ഞാൻ സാറ. വാർദ്ധക്യത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് ദൈവിക അരുളപ്പാട് ലഭിച്ചപ്പോൾ വിശ്വസിക്കാനാവാതെ ഞാൻ ആദ്യം ചിരിക്കുക ചെയ്തത്. പക്ഷേ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ മുതൽ ആ ചിരി സന്തോഷമായി മാറി. വിശ്വാസത്തെ ആദ്യം ഒരു പിരിവട്ടായിട്ടാണ് തോന്നാറ്. പല വാഗ്ദത്തങ്ങളും പലതും നിറവേറുന്നത് നമ്മുടെ ചിരിയുടെ മറവിലെ കണ്ണുനീരിൽ നിന്നായിരിക്കും. ആ വാഗ്ദത്തം പിന്നീട് വളർന്ന അതിലൂടെ രാഷ്ട്രങ്ങൾ ജന്മമെടുക്കുന്നു. കാത്തിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, വിശ്വസിക്കുന്ന ഒരമ്മയെയും എൻ്റെ ദൈവം കാണാതെ പോവില്ല. അവൻ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവമഹത്വം വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദെബോര, നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു താരാട്ടുപാട്ട് ഇതുവരെ ആരും കേട്ടിട്ടില്ല. എന്നാലും ഞാനൊരമ്മയാണ്. അതെ, ഞാൻ ഇസ്രായേലിൻ്റെ അമ്മയാണ്. ഞാൻ ദെബോര. ഞാൻ ഇസ്രായേൽ മക്കളെ പ്രസവിച്ചിട്ടില്ല. എന്നാലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നു. അങ്ങനെ ഞാൻ അവരുടെ അമ്മയായി. ഒരുപക്ഷെ നീ പ്രസവിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അനേകം ആത്മീയ സന്തതികൾ നിനക്കുണ്ടോ? അതെ, നീ ഒരമ്മയാണ്, മറ്റാരെയും പോലെ. ഇതാ ഇവിടെ മറ്റൊരു ആത്മീയ മാതാവ്, ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതികളെ ഉദരത്തിൽ വഹിച്ച വ്യക്തി. ഏയ്, എവിടെ മറിയ? അതെ ദെബോര, ഞാൻ ഉദരത്തിൽ വഹിച്ചത് ഒരു മനുഷ്യൻ്റെയും ഇഷ്ടമായിരുന്നില്ല, മറിച്ച് ദൈവികമായ ഒരു മഹാപദ്ധതിയായിരുന്നു. ഞാൻ മറിയട്ടോ, ദൈവിക പദ്ധതി ചുമന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. പലവിധ ചോദ്യങ്ങളിലൂടെ, അപമാനത്തിലൂടെ, ലജ്ജയിലൂടെ എല്ലാം ഞാൻ കടന്നുപോയി. എൻ്റെ സ്വന്തം വീട്ടിൽ പോലും വേദന അനുഭവിക്കേണ്ടി വന്നു. ജോസഫ്, അദ്ദേഹവും ഞാൻ നിമിത്തം കഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ഉദരത്തിൽ പിറന്ന ഈ കുട്ടിക്ക് ഒരു ദിവ്യവിളി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അവനെ സ്നേഹിച്ചു, അവനെ വളർത്തി, എന്നിട്ട് ദൈവിക പദ്ധതിക്കായി വിട്ടുകൊടുത്തു. അതുവരെ കേട്ടറിവുണ്ടായിരുന്ന രീതിയിലായിരുന്നില്ല എൻ്റെ ഗർഭധാരണം. അസാധാരണമായ ഗർഭധാരണത്തിലൂടെ പോകുമ്പോഴും അതിനകത്തെ ദൈവിക പദ്ധതിയായിരുന്നു എനിക്ക് മുഖ്യം. നാട്ടുനടപ്പുകൾക്കപ്പുറം ദൈവിക പദ്ധതിക്കായി എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ഞാൻ വിട്ടുകൊടുത്തു. ഞാൻ ഹന്നയാണ്. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നതിൻ്റെ വേദന എനിക്ക് അറിയാം. എൻ്റെ ഹൃദയവേദനയിൽ വാക്കുകൾ കിട്ടാതെ വരുന്നതുവരെ ഞാൻ കരഞ്ഞു. ഞാൻ നിലത്തു വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അവർ കരുതി ഞാൻ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ എൻ്റെ വായിൽ നിന്ന് പറയാൻ കഴിയാഞ്ഞത് എൻ്റെ ഹൃദയം മന്ത്രിക്കുകയായിരുന്നു. ദൈവം എനിക്ക് ഉത്തരം നൽകി കഴിഞ്ഞപ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥ മാതൃസ്നേഹം സമർപ്പണമാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ദൈവം എനിക്ക് നൽകിയ ശമൂവേൽ ബാലനെ ദൈവത്തിനായി തന്നെ സമർപ്പിച്ചു. നവോമി, നഷ്ടത്തിൻ്റെ വേദന നിനക്ക് നന്നായി അറിയാം. പക്ഷേ വീണ്ടെടുപ്പിൻ്റെ അത്ഭുതവും. അതെ ഹന്ന, ഒഴിഞ്ഞ കൈകളുടെ വേദന എനിക്കറിയാം. എൻ്റെ ഈ കൈകൾ കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ആൺമക്കളുടെ ശരീരം ഞാൻ അടക്കി. ഞാൻ കരുതി ഞാൻ തീർന്നുവെന്ന്. ഏറ്റവും കയ്പായത് എനിക്ക് ഭവിച്ചതുകൊണ്ട് എന്നെ മാറ എന്ന് വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ റൂത്ത്, എൻ്റെ മരുമകൾ, അല്ല, എൻ്റെ മകൾ തന്നെ, രക്തബന്ധത്താലല്ല,
സ്നേഹബന്ധത്താൽ എൻ്റെ മകളായി തീർന്നവൾ. അവൾ എന്നെ മുറുകെ പിടിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് സകലവും തിരികെ തരുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ, യഥാർത്ഥ ദൈവത്തെ പകരം ഞാൻ റൂത്തിന് കാണിച്ചു കൊടുത്തു. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സ്വീകരിച്ച ഓരോ അമ്മമാരോടും നിങ്ങളുടെ സ്നേഹം എത്ര ഉദാത്തമാണ്. വേറിട്ട രീതിയിൽ നിങ്ങളുടെ പൈതൃകം രചിക്കപ്പെടുകയാണ്. ലോവീസ്, നിങ്ങളുടെ സ്നേഹം തലമുറകളിലേക്ക് വ്യാപിക്കുന്നതാണ്, മക്കളുടെ മക്കളിലേക്ക്. അതേ നവോമി, നമ്മുടെ കൊച്ചുമക്കൾ കർത്താവിൽ വളരുന്നത് കാണുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. ഞാൻ ലോയിസ് ആണ് കേട്ടോ, തിമോത്തിയോസിൻ്റെ മുത്തശ്ശി. ഓർമ്മയില്ലേ? ശോ, അല്ലേലും എൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നില്ലല്ലോ. കൊച്ചുമകൻ്റെ പേരിലല്ലേ എല്ലാം. പക്ഷേ സ്വർഗം എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്നെ അറിയുന്നത്. എനിക്ക് ഒത്തിരി കഥകൾ പറയുവാനുണ്ട്, പ്രാർത്ഥനയുടെ, ജീവിതാനുഭവങ്ങളുടെ, അങ്ങനെ ഒത്തിരി കഥകൾ. അത് ഞാൻ എൻ്റെ മകൾ യൂനിയയ്ക്ക് കൈമാറി. അവൾ അത് എൻ്റെ ചെറുമകൻ തിമോത്തിയോസിന് കൈമാറി. മുത്തശ്ശിമാരെ, നിങ്ങൾ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ്. അത് നിങ്ങളുടെ ചിരിയിലൂടെയും താരാട്ടിലൂടെയും രാത്രി പ്രാർത്ഥനയിലൂടെയും ആവട്ടെ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിനേക്കാളും ശക്തരാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. ഞങ്ങൾ വിശ്വാസത്തിന്റെ അമ്മമാരാണ്. ഞങ്ങൾ ധൈര്യത്തിന്റെ ശബ്ദങ്ങളാണ്. കണ്ണുനീരിന്റെ പ്രാർത്ഥനകളാണ്. പരിപോഷിപ്പിക്കുന്ന കരങ്ങളാണ്. പൈതൃകത്തിന്റെ ഹൃദയങ്ങളാണ്. ഞങ്ങളുടേത് വ്യത്യസ്ത കഥകളാണ്. പക്ഷേ ഞങ്ങൾക്കെല്ലാം ഒരു ദൈവമേ ഉള്ളൂ, ഒരു വിളി. തലമുറകളെ നയിക്കുവാൻ, സ്നേഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശ്വസിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഒന്ന് പറയട്ടെ, ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ കഥയും ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടട്ടെ. നിങ്ങളുടെ ചരിത്രം ഇന്നിതാ